ജീവിതത്തിൽ ദൈവസാന്നിധ്യം തിരിച്ചറിയാൻ പറ്റാതെ പോയ ശിക്ഷഗണത്തെ സുവിശേഷം കാട്ടിത്തരും. വഞ്ചിയിൽ യാത്ര ചെയ്യുമ്പോൾ ആർത്തിരമ്പി വരുന്ന തിരമാലകളെ കണ്ട് കൂടെ ഒരു ദൈവമുണ്ടെന്നുള്ള ആ ബോധ്യം നഷ്ടപ്പെട്ടു പോയ ശിക്ഷഗണങ്ങൾ അമരത്തുറങ്ങുന്ന ഈശോയെ വിളിച്ചുണർത്തുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. കൂടെ ഒരു ദൈവമുണ്ടെന്നുള്ള ബോധ്യം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. യെശയ്യായുടെ പുസ്തകം 30-ാം അധ്യായം 20-ാം തിരുവചനം ഇങ്ങനെ പറഞ്ഞു വെക്കുന്നു: കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിന്റെ ഗുരു ഒരിക്കലും നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. മറഞ്ഞിരിക്കാത്തൊരു ദൈവം കൂടെയുണ്ടെന്നുള്ള ബോധ്യത്തിൽ ജീവിക്കുമ്പോൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സകല കഷ്ടതകളെയും ഒറ്റപ്പെടലിനെയും സങ്കടങ്ങളെയും മറക്കുവാൻ നമുക്ക് സാധിക്കും. അതിനെ നേരിടാൻ നമുക്ക് സാധിക്കും. സങ്കീർത്തകൻ പറയുന്നത് ഇപ്രകാരമാണ്: അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ സംരക്ഷിക്കും. ഈ സ്നേഹത്തിലുള്ള സ്നേഹത്തിലുള്ള ഒട്ടിച്ചേരൽ, ഈ സ്നേഹത്തിലുള്ള ഒന്നുചേരൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, കൂടെ ഉള്ള ദൈവത്തിൻ്റെ സാന്നിധ്യവും അവൻ്റെ സംരക്ഷണവും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എല്ലാത്തിനെയും, എല്ലാ പ്രതിസന്ധികളെയും, പ്രശ്നങ്ങളെയും, ദുരിതങ്ങളെയും അതിനഭിമുഖീകരിക്കുവാനുള്ള ശക്തിയും അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള കൃപയും ദൈവം നിനക്ക് തരും.